എല്ലാവർക്കും നമസ്കാരം. വൈശാഖ പുണ്യത്തിന്റെ നിറവിൽ നമ്മൾ കാത്തിരുന്ന ആ മഹാദിനം വന്നെത്തുകയാണ്. ഏപ്രിൽ 27 തിങ്കളാഴ്ച വൈശാഖ ഏകാദശി അഥവാ മോഹിനി ഏകാദശി. ലക്ഷക്കണക്കിന് നമ്മൾ വിഷ്ണു ഭക്തർ വൈശാഖ ഷഷ്ടിയുടെയും വൈശാഖ വ്യാഴത്തിന്റെയും വൈശാഖ വെള്ളിയുടെയും എല്ലാം പുണ്യം നുകർന്ന് അനുഗ്രഹീതരായിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇതാ വൈശാഖ മാസത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് തന്നെ പറയാം, അത് സംഭവിക്കാൻ പോവുകയാണ്. വൈശാഖ മാസത്തിലെ ഓരോ നിമിഷവും ഭഗവാന്റെ സാന്നിധ്യമുള്ളതാണ് ഈ ഭൂമിയിൽ, നമ്മുടെ തൊട്ടരികിൽ എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അതിൽ ഈ ആദ്യ ഏകാദശിക്ക് നിങ്ങളുടെ ജീവിതത്തിലെ സകല പാപങ്ങളെയും ദുരിതങ്ങളെയും കടബാധ്യതകളെയും മനക്ലേശങ്ങളെയും കഴുകിക്കളയാനുള്ള ശക്തിയുണ്ട്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാപങ്ങൾക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്കും ഈ ഒരൊറ്റ വ്രതത്തിലൂടെ പരിഹാരം കാണാൻ കഴിയും. 7 തലമുറയുടെ പുണ്യം നേടാൻ സഹായിക്കുന്ന ഈ മോഹിനി ഏകാദശിയെക്കുറിച്ച്, വ്രതമെടുക്കേണ്ട കൃത്യമായ രീതി, തിഥി ഹരിവാസര പാരണാ സമയങ്ങൾ, വ്രതം നോക്കേണ്ട പൂർണ്ണ രീതി, ആഹാരക്രമം, അതായത് അതിവിശിഷ്ടമായ ഈ വൈശാഖ ഏകാദശിയിൽ നമുക്ക് എന്തൊക്കെ കഴിക്കാം, ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് എന്തൊക്കെയാണ്, ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതെല്ലാം നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കി വരാം. വീഡിയോ പൂർണ്ണമായും കാണുക. ഈ അനുഗ്രഹം നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നമുക്കറിയാം, പുണ്യം നിറഞ്ഞ ഈ വൈശാഖ മാസത്തിലെ ഓരോ ദിനങ്ങളും ഭക്തിപൂർവ്വം ആകാംക്ഷാപൂർവമാണ് നമ്മൾ വിഷ്ണു ഭക്തരെ കാത്തിരിക്കുന്നത്, അല്ലേ? ഭഗവാൻ ലക്ഷ്മി സമേതനായി ഭൂമിയിൽ വാഴുന്ന ഈ ഒരു മാസക്കാലം വ്രതങ്ങളുടെയും നാമജപങ്ങളുടെയും ക്ഷേത്ര ദർശനത്തിന്റെയും പുണ്യതയിൽ നമ്മൾ ഓരോരുത്തരും കറ തീർന്ന കളങ്കമറ്റ ഭക്ത മനസ്സുകളായിട്ട് മാറുകയാണ്. ഈ ഒരു പുണ്യമാസക്കാലം കഴിഞ്ഞു പോകരുതേ എന്ന് പോലും തോന്നിപ്പോവുകയാണ് കേട്ടോ. അത്ര ഭക്തി നിർഭരമാണ് നാം ഓരോരുത്തരുടെയും മനസ്സ്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന നമ്മുടെ സാക്ഷാൽ മഹാവിഷ്ണു, നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ, ഭക്തർക്ക് മേൽ അത്രയും അനുഗ്രഹം ചൊരിയുന്ന ഈ പുണ്യമാസത്തിലെ ആദ്യ ഏകാദശിയാണ് വൈശാഖ ഏകാദശി അഥവാ മോഹിനി ഏകാദശി. ഓരോ ഏകാദശിയും നമ്മൾ വൈഷ്ണവ ഭക്തർ എത്ര ഭക്തിയോടെയും ആകാംക്ഷയോടെയുമാണ് കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് പുണ്യങ്ങളിൽ പുണ്യമാസമായി ഈ വൈശാഖ മാസത്തിലെ ഏകാദശി നോറ്റാൽ 7 തലമുറ വരെ അതിന്റെ പുണ്യം ലഭിക്കും എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് ഈ വൈശാഖ ഏകാദശി. ഭഗവാൻ ലക്ഷ്മി സമേതനായി ഭൂമിയിൽ നമ്മുടെ ഭവനങ്ങളിൽ സാന്നിധ്യം അറിയിച്ച അനുഗ്രഹം ചൊരിയുമ്പോൾ ഭഗവാൻ ഏറെ പ്രിയപ്പെട്ട ഈ ഏകാദശി വ്രതം നോൽക്കാതിരിക്കാൻ നമ്മൾക്ക് ആർക്കെങ്കിലും ആവുമോ? തീർച്ചയായും മനസ്സിൽ ഈ കാലയളവിൽ നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ നിവർത്തിച്ചു തരും സാക്ഷാൽ മഹാവിഷ്ണു ഈ ഒരൊറ്റ വൈശാഖ ഏകാദശിയിലൂടെ. ശ്രദ്ധിക്കുക, ഇത് വെറും ഒരു വ്രതമല്ല, 7 തലമുറയുടെ പാപം കഴുകിക്കളയാൻ ശക്തിയുള്ള ഭഗവാൻ വിഷ്ണു അമൃതമായി പ്രത്യക്ഷപ്പെട്ട മഹാപുണ്യ ദിവസമാണ്. ഈ വരുന്ന തിങ്കളാഴ്ച നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിയേക്കാം. വീഡിയോയിലേക്ക് കടക്കും മുൻപ് നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ധാരാളം പേരുണ്ടാവും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേട്ടോ. കൂടാതെ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാട്ടോ. അത്രയും സന്തോഷം. അസുരന്മാരിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ രക്ഷിക്കാൻ ഭഗവാൻ മഹാവിഷ്ണു മോഹിനി രൂപം സ്വീകരിച്ചത് ഈ വൈശാഖ ഏകാദശി ദിവസമാണ് കേട്ടോ. പാലാഴി മഥനത്തിന് ശേഷം അമൃത് തട്ടിയെടുത്ത അസുരന്മാരിൽ നിന്നും അത് തിരികെ കൈക്കലാക്കാനാണ് മഹാവിഷ്ണു മോഹിനി അവതാരം ആദ്യമായി സ്വീകരിച്ചത്. പിന്നീട് ഭസ്മാസുരനെ വധിക്കാനും ഭഗവാൻ ഈ രൂപം സ്വീകരിക്കുകയുണ്ടായിട്ടോ. വനവാസകാലത്ത് സീതാവിയോഗത്തിൽ ദുഃഖിച്ചിരുന്ന സാക്ഷാൽ ശ്രീരാമദേവന് വസിഷ്ഠ മഹർഷി ഉപദേശിച്ചതും മഹനീയമായ ഈ മോഹിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കാനായിരുന്നു അത്രേ. ശ്രീകൃഷ്ണ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം യുധിഷ്ഠിരനും ഈ വ്രതം നോച്ചിരുന്നു. അത്രയും പുണ്യകരമായ ഈ വ്രതം അനുഷ്ഠിക്കുന്ന ഏതൊരു വ്യക്തിയും എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും മോചിതനാവുകയും വൈകുണ്ഠത്തിൽ സ്ഥാനം നേടുകയും ചെയ്യുമെന്ന് സൂര്യപുരാണം പറയുന്നു. അതിവിശിഷ്ടമായ ഈ വൈശാഖ ഏകാദശിയുടെ, അതായത് മോഹിനി ഏകാദശിയുടെ തിഥി ഞാനൊന്ന് പറയാം, ഒന്ന് വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. ഏപ്രിൽ 26 ഞായറാഴ്ച വൈകുന്നേരം 6:06 മുതൽ ഏപ്രിൽ 27 തിങ്കളാഴ്ച വൈകുന്നേരം 6:15 വരെയാണ് ഏകാദശി തിഥി. അതായത് തിങ്കളാഴ്ച സൂര്യോദയം മുതൽ അസ്തമയം വരെ ഏകാദശി തിഥി നിലനിൽക്കുന്നു എന്ന അപൂർവ പുണ്യത കൂടി ഈ ഒരു ദിവസത്തിനുണ്ട്. ഏകാദശി ദിനത്തിൽ നാം സ്വീകരിക്കുന്ന, അതായത് നമ്മുടെ ചില പ്രവൃത്തികൾ, ആചാരങ്ങൾ എന്നിവ ജീവിതത്തിലുടനീളം നമ്മുടെ ആഗ്രഹങ്ങൾ പൂർണ്ണമായും നിറവേറ്റി ഐശ്വര്യം നിറയ്ക്കുന്നതാണ്. ഏകാദശി വ്രതം ഇനി ഏതെങ്കിലും കാരണങ്ങളാൽ നിങ്ങളിൽ ആർക്കെങ്കിലും ഒക്കെ എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ തന്നെ നമ്മൾ പറഞ്ഞു അതിവിശിഷ്ടമായ ഒരു ഏകാദശിയാണ്, അതായത് നമ്മൾ
ഇതുവരെയും മറ്റ് ഏകാദശി വ്രതങ്ങളൊന്നും അനുഷ്ഠിക്കാൻ സാധിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ഏകാദശി, അതായത് ഭഗവാൻ ലക്ഷ്മി സമേതനായിട്ട് ഭൂമിയിലുള്ള ഒരു സമയത്തിലുള്ള ഈ ഒരു വൈശാഖ മാസത്തിലെ വൈശാഖ ഏകാദശി എടുക്കാൻ സാധിച്ചാൽ അത്രയും പുണ്യമാണെന്ന് പറഞ്ഞു. ഈ ഒരു സമയത്ത് എന്തെങ്കിലും കാരണങ്ങളാൽ നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു ഏകാദശി വ്രതം എടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളൊന്ന് ചെയ്യാട്ടോ. ആരോഗ്യത്തിനും ഐശ്വര്യത്തിനുമായിട്ട് നമ്മൾക്ക് ഈ ഒരു പ്രതിവിധി ചെയ്യാവുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഏകാദശി ദിവസം ദോഷപരിഹാരത്തിനായിട്ട് പാലിൽ അല്പം കുങ്കുമപ്പൂ കലക്കി തണുപ്പിച്ച ശേഷം അതിൽ തുളസിയില ഇടുക കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഏകാദശി ദിവസം ഒരിക്കലും തുളസിയില നുള്ളാൻ പാടില്ല. തലേ ദിവസം, അതായത് ഏപ്രിൽ 26 ഞായറാഴ്ച 6/6 നമ്മുടെ ഏകാദശി തിഥി ആരംഭിക്കും. അതുകൊണ്ട് തലേ ദിവസം ഞായറാഴ്ച 6 മണിക്ക് മുൻപായിട്ട് നമ്മൾക്ക് ആവശ്യമായ തുളസി ഇലകൾ, അതായത് നമ്മൾക്ക് പൂജയ്ക്ക് ആവശ്യമുള്ളതും ക്ഷേത്രത്തിൽ കൊണ്ടുപോകാനായിട്ട് ആവശ്യമുള്ളതുമായ തുളസി ഇലകൾ ഞായറാഴ്ച 26-ാം തീയതി വൈകിട്ട് 6 മണിക്ക് മുൻപായിട്ട് നുള്ളി വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഭഗവാൻ ഏറെ പ്രിയപ്പെട്ട തുളസി ദേവി നമ്മൾക്കുമൊപ്പം ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ കുങ്കുമപ്പൂ കലക്കിയ പാലിൽ തുളസിയിലയും ഇട്ടതിന് ശേഷം അത് ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിനും ലക്ഷ്മി ദേവിക്കും സമർപ്പിക്കുകയും ഭഗവാന്റെ പ്രിയപ്പെട്ട നാമങ്ങൾ ചൊല്ലുകയും ചെയ്യുക കേട്ടോ. ഈ ഒരു കാര്യം നിശ്ചയമായും നിങ്ങൾ വ്രതം എടുത്താലും ഇല്ലെങ്കിലും ഈ വൈശാഖ ഏകാദശിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന ഫലം ഉടൻ തന്നെ ഭഗവാൻ ജീവിതത്തിൽ അനുഭവവേദ്യമാക്കി തരും എന്നതിന് യാതൊരു സംശയവും വേണ്ട. ഭഗവാനും ദേവിക്കും നിവേദിച്ച ആ പാല് പ്രസാദമായിട്ട് നമ്മൾ കഴിക്കുകയും വേണം കേട്ടോ. നിങ്ങൾ പൂർണ്ണ ഉപവാസത്തിലല്ലെങ്കിൽ, പൂർണ്ണ ഉപവാസം എടുക്കുന്നവർക്ക് പാരണ വീടി തീർത്ഥം സേവിക്കുന്നത് വരെ പൂർണ്ണ ഉപവാസം നിലനിർത്തേണ്ടതായിട്ടുണ്ട്. പൂർണ്ണ ഉപവാസം എടുക്കാത്തവർ, അതായത് നമ്മൾ ജലമൊക്കെ കുടിക്കുന്നുണ്ട്, അത്യാവശ്യം ചായയും ഒക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭഗവാന് അർപ്പിച്ച ഈ ഒരു പ്രസാദം നമ്മൾക്കും കഴിക്കാവുന്നതാണ്. ഇനി വ്രതം എടുക്കേണ്ട പൂർണ്ണ രീതി എങ്ങനെയാണെന്ന് നമ്മൾക്കൊന്ന് നോക്കി വരാം. നമ്മൾക്കറിയാം, ഏതൊരു ഏകാദശി വ്രതവും ദശമി, ഏകാദശി, ദ്വാദശി എന്നീ 3 ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ അനുഷ്ഠിക്കുന്നത് അല്ലേ. അത് ഈ വൈശാഖ ഏകാദശിക്ക് പറഞ്ഞു വരുമ്പോൾ ഏപ്രിൽ 26, ഏപ്രിൽ 27, ഏപ്രിൽ 28 എന്നീ 3 പുണ്യ ദിവസങ്ങളിലായിട്ടാണ് ഈ വൈശാഖ ഏകാദശി അല്ലെങ്കിൽ മോഹിനി ഏകാദശി നമ്മൾ ആചരിക്കാൻ പോകുന്നത്. നമ്മൾ തിഥി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് ഏപ്രിൽ 26 വൈകിട്ട് 6/6 ഏകാദശി തിഥി ആരംഭിക്കുന്നതാണ്. അന്ന് രാവിലെ, അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായിട്ട് നമ്മൾക്ക് സാധാരണ പോലെ നിലവിളക്ക് കൊളുത്താം. ദശമി ദിവസത്തെ കാര്യമാണ് കേട്ടോ. അതായത് ഏപ്രിൽ 26 ഞായറാഴ്ച ദിവസം. അന്നും നമ്മൾക്ക് ഏകാദശി തിഥിയുടെ അതേ തീവ്രതയോടും പുണ്യതയോടും കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. മത്സ്യ മാംസാദികൾ ഈ 3 ദിവസങ്ങളിലും പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. 3 ദിവസങ്ങളിൽ എണ്ണ തേച്ച് കുളിക്കാതിരിക്കുക, പകൽ ഉറങ്ങാതിരിക്കുക, ഇതൊക്കെയാണ് നമ്മൾക്ക് സാധാരണയായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ബ്രഹ്മചര്യം പാലിക്കാൻ ശ്രദ്ധിക്കുക. വാക്ശുദ്ധി, മനഃശുദ്ധി, ഗൃഹശുദ്ധി, ഭക്ഷണത്തിലുള്ള ശുദ്ധി, ഇതെല്ലാം നമ്മൾക്ക് വേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾക്ക് സാധാരണയായിട്ട് ഏതൊരു വ്രതത്തിലും നമ്മൾ നോക്കുന്ന കാര്യങ്ങളാണല്ലേ. അപ്പോൾ നമ്മൾ ദശമി ദിവസം, അതായത് ഏപ്രിൽ 26 ഞായറാഴ്ച, നാവിലും മനസ്സിലും ഭഗവാന്റെ നാമങ്ങൾ പൂർണ്ണമായിട്ടും നിറയ്ക്കാൻ ശ്രദ്ധിക്കുക. രാത്രിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പഴവർഗ്ഗങ്ങൾ കഴിക്കാവുന്നതാണ്. ഒരിക്കലാണ്, അതുകൊണ്ട് അന്ന് ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക. രാവിലെ അരിഭക്ഷണം ഒഴിച്ചിട്ടുള്ള എന്തെങ്കിലും പ്രഭാത ഭക്ഷണം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇത് മാത്രമാണ് ദശമി ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അന്ന് രാത്രിയിൽ കുറച്ച് നേരത്തെ ഒന്ന് കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുക. തലേ ദിവസം രാത്രിയിൽ നമ്മൾ വെറും നിലത്ത് കിടക്കണം എന്നൊക്കെയാണ് ആചാര്യന്മാർ പറയുന്നത്. പക്ഷെ നമ്മളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചൊന്നും ഇപ്പോൾ അങ്ങനെയൊന്നും സാധ്യമാവുകയില്ല. എങ്കിലും ശുദ്ധമായ നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന ബെഡ്ഷീറ്റ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി പുതിയതൊക്കെ ഒന്ന് വിരിക്കുക കേട്ടോ ദശമി ദിവസം രാത്രിയിൽ. അങ്ങനെ നമ്മൾ ഏതൊരു വ്രതത്തിനും തലേ ദിവസം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മൾ കുറേ ദിവസമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബെഡ്ഷീറ്റും ഒക്കെ ഉണ്ടെങ്കിൽ പില്ലോ കവറും ഇതൊക്കെ നമുക്ക് മാറ്റിയിട്ട് പുതിയത് നമ്മൾ ദശമി ദിവസം രാത്രിയിൽ തൊട്ട് യൂസ് ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് നമ്മൾ ദശമി ദിവസം ഏപ്രിൽ 26 ഞായറാഴ്ച ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനിയും നമ്മളുടെ ഏകാദശി ദിവസം, അതായത് മഹത്വപൂർണമായ നമ്മളിൽ പുണ്യങ്ങളും ഭാഗ്യങ്ങളും അത്രമേൽ നിറയ്ക്കാൻ പോകുന്ന വൈശാഖ ഏകാദശി, അതായത് മോഹിനി ഏകാദശിയുടെ അതിരാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിലാണെങ്കിൽ അത്രയും നല്ലത്. മിനിമം ഒരു 5 മണിക്കെങ്കിലും നിങ്ങൾ എഴുന്നേൽക്കണം കേട്ടോ.
എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായിട്ട്, നമ്മൾക്കറിയാം ഈ ഒരു വൈശാഖ മാസത്തിലെ അതിരാവിലെ, അതായത് സൂര്യോദയത്തിന് 6:30 നാഴിക മുൻപുള്ള സ്നാനം എന്ന് പറയുന്നത് ഗംഗാ സ്നാനത്തിന് തുല്യമാണ്. ഇതൊക്കെ നമ്മൾക്കറിയാം, പല വീഡിയോകളിലായിട്ട് നമ്മൾ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ വൈശാഖ മാസത്തിൽ പുണ്യനദികളുടെ എല്ലാം സംഗമം, അതായത് ഗംഗാദേവിയുടെ സാന്നിധ്യം പോലും നമ്മുടെ വീടുകളിലെ കിണറുകളിലും ഒക്കെ നിറയുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഈ മാസം പൂർണ്ണമായിട്ടും ബ്രാഹ്മമുഹൂർത്തത്തിൽ കുളിക്കാൻ സാധിച്ചാൽ അത്രയും നല്ലതാണ്. അമ്മമാർക്കൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, എല്ലാവർക്കും എല്ലാ ദിവസവും സാധ്യമാവണം എന്നില്ല. എങ്കിലും ഈ ഏകാദശിയും ഷഷ്ടിയും ഒക്കെ പോലെയുള്ള പുണ്യ ദിനങ്ങളിൽ നമ്മൾക്കതൊന്ന് ശ്രമിക്കാം അല്ലേ. അതുകൊണ്ട് ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ നിങ്ങളൊന്ന് കുളിക്കാൻ ശ്രദ്ധിക്കുക. കുളിച്ച് ശുദ്ധിയായിട്ട് ഒരു ശുഭ്ര വസ്ത്രമൊക്കെ ധരിക്കുക, വൃത്തിയുള്ളൊരു വസ്ത്രം ധരിക്കുക. മഞ്ഞ വസ്ത്രം ധരിച്ചാൽ അത്രയും നല്ലതാണ്. ഭഗവാൻ വിഷ്ണുവിനും ദേവിക്കുമൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട നിറമാണ് മഞ്ഞ. ഇല്ലാച്ചാലും സാരമില്ല, വൃത്തിയുള്ളൊരു വസ്ത്രം ധരിച്ച് പൂജാമുറിയിലെത്തി സാധാരണ പോലെ നിലവിളക്ക് കൊളുത്തുക. ഭഗവാന്റെയും ദേവിയുടെയും ഫോട്ടോയ്ക്ക് മുൻപിൽ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പുഷ്പങ്ങൾ എന്തൊക്കെ തന്നെ ആണെങ്കിലും അതൊക്കെ സമർപ്പിക്കുക. അതുപോലെ മഞ്ഞ പുഷ്പങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും അനുഗ്രഹമാണ്. ഇല്ലാച്ചാലും നമ്മുടെ വീട്ടിലുള്ള പുഷ്പങ്ങളൊക്കെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുക. ഈ ഒരു സമയത്ത് ഭഗവാന് നമ്മൾ നെയ് വിളക്ക് കൊളുത്തി വെക്കുക. നമ്മുടെ ആഗ്രഹങ്ങളും മനപ്രയാസങ്ങളും നടന്നു കിട്ടേണ്ട ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ ശക്തമായിട്ടുണ്ടാവും അല്ലേ. നമ്മൾക്ക് എല്ലാവർക്കും സാധാരണ മനുഷ്യരാണ്, ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും ഇതെല്ലാം ഭഗവാന്റെ ഒരു പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചിട്ട് ആ ഒരു നെയ്വിളക്ക് ഈ ഒരു വൈശാഖ ഏകാദശിയുടെ അന്ന് കൊളുത്തിയിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം ഭഗവാന്റെ ആ ഒരു പാതാരവിന്ദങ്ങളിൽ അന്നേരം സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെയും ദേവിയെയും നമ്മുടെ ഗുരുവായൂരപ്പനെയും എല്ലാം മനസ്സറിഞ്ഞ് വിളിച്ചിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. ഓം നമോ നാരായണായ നാമം ചൊല്ലിക്കൊണ്ട് ആ ഒരു നെയ്ദീപം തെളിയിക്കുക. ഭഗവാനെ, എൻ്റെ സങ്കടങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറ്റിത്തരണേ. എൻ്റെ ഈ ഒരു ആവശ്യം, അമ്മമാർക്കൊക്കെയാണെങ്കിൽ മക്കൾക്ക് വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ മുടങ്ങിക്കിടക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നല്ല ജോലി കിട്ടാനുള്ള തടസ്സമുണ്ടാവാം, പഠനത്തിൽ തടസ്സങ്ങൾ നേരിടുന്നുണ്ടാവാം, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം, നല്ലൊരു വിവാഹം നടക്കാതെ അതിനു വേണ്ടിയിട്ട് വിഷമിച്ചിരിക്കുന്ന അമ്മമാരുണ്ടാവാം, കടബാധ്യതകളാൽ വലയുന്ന മക്കളുടെ ആ ഒരു വിഷമം കണ്ടിട്ട് വിഷമിക്കുന്ന അമ്മമാരുണ്ടാവാം. അതുപോലെ പല കാര്യങ്ങളിലും വിഷമങ്ങൾ ഉണ്ടാവും അല്ലേ. ഇതെന്ത് തന്നെ ആയാലും അതെല്ലാം ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങളൊന്ന് ഉറപ്പിച്ചോളൂ, ഈ വൈശാഖ ഏകാദശി വ്രതം, ഈ മോഹിനി ഏകാദശി വ്രതം അതിൻ്റെ പുണ്യതയിൽ നിങ്ങൾ ആചരിച്ചാൽ ഉറപ്പായിട്ടും ദിവസങ്ങൾക്കുള്ളിൽ ഈ അമ്മ മനസ്സുകളുടെ സങ്കടമെല്ലാം സാക്ഷാൽ മഹാവിഷ്ണു മഹാലക്ഷ്മി നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ മാറ്റിത്തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങളുടെ ആ ഒരു മുടങ്ങിക്കിടക്കുന്ന കാര്യം നടന്നു കിട്ടി എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഈ നെയ്വിളക്ക് കൊളുത്തുന്ന സമയത്ത് ഉറപ്പായിട്ടും ഭഗവാൻ അത് സാധ്യമാക്കി തരും. ഈ ഒരു സമയത്ത് നമുക്ക് ചന്ദനം, എള്ള്, പുഷ്പങ്ങൾ, പഴങ്ങൾ എന്നിവയൊക്കെ ഭഗവാന് നിവേദ്യമായിട്ട് സമർപ്പിക്കാം. ഭഗവാൻ ഏറെ പ്രിയപ്പെട്ട തുളസിയിൽ അന്നേ ദിവസം സമർപ്പിക്കുന്നതും സുഹൃതകരമാണ്. ഭഗവാൻ വിഷ്ണുവിനോടൊപ്പം ശ്രീരാമനെയും ശ്രീകൃഷ്ണ ഭഗവാനെയും ഈ നാളിൽ ഭജിക്കുന്നതും ഏറ്റവും ഉത്തമമാണ് കേട്ടോ. ഈ ഒരു ദിവസം നമുക്ക് പൂർണ്ണ ഉപവാസം നോക്കാവുന്നതാണ്. അതായത് ഏപ്രിൽ 27 ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസം എടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. എങ്കിലും ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് വേണം, എല്ലാ വ്രത വീഡിയോയിലും പറയുന്നത് പോലെ നിങ്ങൾ പൂർണ്ണ ഉപവാസം എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായിട്ട് കേട്ടോ. ആരോഗ്യ പ്രശ്നമുള്ളവർ കഠിനവും പൂർണ്ണവുമായ വ്രതം നോൽക്കാൻ സാധിച്ചില്ലെങ്കിൽ അർദ്ധ ഉപവാസം ചെയ്താലും ഫലപ്രദമാണ്. അതായത് അങ്ങനെയുള്ളവർക്ക് പഴവർഗ്ഗങ്ങളും പാലും ഒക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അന്നേ ദിവസം അതുപോലെ വിഷ്ണു ക്ഷേത്ര ദർശനം, ശ്രീകൃഷ്ണ ക്ഷേത്രം അല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെ ഏതെങ്കിലും അവതാരമൂർത്തി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെയധികം ഐശ്വര്യപ്രദമാണ്. ക്ഷേത്രത്തിൽ നമുക്ക് ഭഗവാന് പ്രിയപ്പെട്ട വഴിപാടുകളൊക്കെ കഴിക്കാവുന്നതാണ്. പാൽ പായസം നിവേദ്യമായി കഴിക്കാം, ഏറ്റവും ഐശ്വര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ രാവിലെ ഭഗവാന് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുമ്പോൾ ഭഗവാൻ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു നിവേദ്യം സമർപ്പിക്കുന്നതും വിഷ്ണു സഹസ്രനാമവും ശ്രീ സൂക്തവും ചൊല്ലുക കേട്ടോ, ഏറ്റവും ഐശ്വര്യമാണ്. ഇനി വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ സാധിക്കാത്തവർ ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ, സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ, ശ്രീരാമനാമ വരാനന ഓം നമ ഇതി. ഈ ശ്രീരാമ മന്ത്രം 3 തവണ ചൊല്ലിയാൽ വിഷ്ണു സഹസ്രനാമം ജപിച്ചതിന് തത്തുല്യ ഫലം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ഭാഗവതം, നാരായണീയം, ഭഗവത്ഗീത എന്നിവ പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യുന്നത് ഏറ്റവും അധികം ഐശ്വര്യമാണ്. ഇനി എല്ലാവർക്കും വളരെയധികം സംശയമുള്ള ഒരു കാര്യമാണ്, ഏതൊരു വ്രതത്തിലാണെങ്കിലും ആഹാരക്രമങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കഴിക്കാം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല. ധാന്യങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്നാണ് ഏകാദശി വ്രതത്തിലെ ആഹാര രീതി, അതായത് ആഹാര ചിട്ട നമ്മൾ പറയുന്നത്.
അതായത് അരി, ഗോതമ്പ്, റാഗി, ഓട്സ്, തിന, മുതിര തുടങ്ങിയ ഒരു ധാന്യങ്ങളും ഏകാദശി വ്രതങ്ങളിൽ കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഉള്ളിയും വെളുത്തുള്ളിയും പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. ആഹാരത്തിൽ ഒരിക്കലും നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും ചേർക്കാൻ പാടില്ല. ഇനി കഴിക്കാൻ അനുവാദമുള്ളത് പച്ചക്കറികൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ. ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഏകാദശി പുഴുക്ക് ഉണ്ടാക്കാറുണ്ടല്ലേ. അതുപോലെ പഴങ്ങൾ, പാൽ, ചൗവരി, നിലക്കടല ഇവയൊക്കെ നമ്മൾക്ക് കഴിക്കാവുന്നതാണ്. എന്ത് കഴിച്ചാലും അത് ഭഗവാന് സമർപ്പിച്ച് പ്രസാദമായിട്ട് വേണം നമ്മൾ കഴിക്കാനായിട്ട്. അതായത് നമ്മൾ എന്ത് കഴിക്കാൻ എടുത്താലും ഭഗവാൻ ഇതൊന്ന് സമർപ്പിക്കുന്നതായിട്ടൊന്ന് ചിന്തിച്ചിട്ട് അതിൻ്റെ ഒരു പ്രസാദമായിട്ട് സങ്കല്പിച്ചിട്ട് വേണം നമ്മൾ ഭക്ഷിക്കാനായിട്ട്. ഇനി പറഞ്ഞു, പൂർണ്ണമായിട്ട് ഉപവസിക്കാൻ സാധിക്കാത്തവർക്ക് ഏകാദശി പുഴുക്കുണ്ടാക്കി കഴിക്കാവുന്നതാണ്. അതായത് നമ്മൾ പറഞ്ഞു ധാന്യങ്ങളെല്ലാം ഒഴിവാക്കണം എന്ന് പറഞ്ഞു. ഗോതമ്പ് പോലും ഒഴിവാക്കി നിർത്തുമ്പോൾ നമ്മൾക്ക് കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉപയോഗിച്ച് ഏകാദശി പുഴുക്കുണ്ടാക്കി കഴിച്ച വയറ് നിറയല്ലോ. കിഴങ്ങ് വർഗ്ഗങ്ങളും പച്ചക്കറികളും ധാരാളം തേങ്ങയും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ഈ പുഴുക്ക് ഒരു നേരം കഴിക്കുന്നത് ആരോഗ്യത്തിനും വ്രതശുദ്ധിക്കും വളരെയധികം നല്ലതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ധാന്യങ്ങളോ ഉള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കാൻ പാടില്ല. അതുപോലെ ചൗവരിയും കൂവപ്പൊടിയും ഒക്കെ പാലിൽ കാച്ചി കുടിക്കുന്നതും വ്രതമെടുക്കുന്നവർക്ക് ക്ഷീണം കുറയ്ക്കാൻ വളരെ നല്ലൊരു കാര്യമാണ്. അതുപോലെ നമുക്ക് നിലക്കടല വറുത്തതോ പുഴുങ്ങിയതോ ഒക്കെ ആയിട്ട് ലഘുഭക്ഷണമായിട്ടും കഴിക്കാം. ഇതൊക്കെയാണ് നമ്മൾ ഏകാദശി ദിവസം നമുക്ക് കഴിക്കാൻ കഴിയുന്ന ആഹാരങ്ങൾ. എല്ലാവരും ചോദിക്കും ചായ കുടിക്കാൻ പറ്റുമോ പറ്റില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, പൂർണ്ണ ഉപവാസം എടുക്കുന്ന ഒരാൾ, അതായത് നിർജ്ജലമായിട്ട് ഉപവാസം എടുക്കും, ജലം പോലും കുടിക്കാതെ ഉപവാസം എടുക്കുന്നവരുണ്ട്. അമ്മമാരൊന്നും ഇങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. നിങ്ങൾ ധാരാളം മരുന്നുകളൊക്കെ കഴിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മൾക്ക് പറ്റും പോലെ നോക്കിയാൽ മതി. ഭഗവാൻ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഭക്തിയും നിങ്ങളുടെ പ്രവൃത്തിയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമല്ലേ. അതുകൊണ്ട് ഭഗവാൻ എങ്ങും പറഞ്ഞിട്ടില്ല പൂർണ്ണ പട്ടിണി കിടന്ന് വ്രതമെടുത്താൽ ഞാൻ പൂർണ്ണ അനുഗ്രഹം തരും എന്ന് ഭഗവാൻ എങ്ങും പറഞ്ഞിട്ടില്ല. നമ്മൾക്ക് ആരോഗ്യമുണ്ടെങ്കിലേ നമ്മൾക്ക് ഇനിയുമുള്ള വ്രതങ്ങളും എടുക്കാൻ പറ്റുള്ളൂ. മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടാനും ജീവിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ അമ്മ വേണ്ടേ. അപ്പോൾ അമ്മ പൂർണ്ണമായിട്ടും ഉപവാസം എടുക്കാൻ കഴിയാത്തവർ എടുക്കാൻ പാടില്ല. ചെറിയ കുട്ടികളൊക്കെ എടുക്കുന്നുണ്ടല്ലോ ഏകാദശി വ്രതം, ചേച്ചിമാരൊക്കെ എടുക്കുന്നുണ്ട്. അവർക്കൊക്കെ പൂർണ്ണ ഉപവാസം എടുക്കാൻ കഴിയുമെങ്കിൽ ആവാം. അമ്മമാരൊന്നും അതിന് പോകണ്ട. നിങ്ങൾക്ക് പറ്റും പോലെ ഈ ഏകാദശി പുഴുക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുക കേട്ടോ, വയറ് നിറയും. അപ്പം നമ്മൾക്ക് ഈ ധാന്യാഹാരം ഗോതമ്പും കഴിച്ചില്ലാച്ചാലും സാരമൊന്നുമില്ല. അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, പൂർണ്ണ ഉപവാസം എടുക്കാൻ കഴിയുന്നവർ മാത്രമേ പൂർണ്ണ ഉപവാസത്തിലേക്ക് പോകാവൂ. അങ്ങനെയുള്ളവർ ചായ കുടിക്കാൻ പാടുണ്ടോ? കാരണം പൂർണ്ണ ഉപവാസത്തിലല്ലേ, പാടില്ല. പക്ഷേ നമ്മളിതുപോലെ പുഴുക്കുമൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ചായ കുടിക്കുന്നതിന് എന്താ പ്രശ്നം? ചായ കുടിക്കാം. ഇനിയും ഏകാദശിയുടെ പിറ്റേ ദിവസം, അതായത് ഈ പ്രാവശ്യം അത് ഏപ്രിൽ 28 ചൊവ്വാഴ്ച ദിവസം ദ്വാദശി തിഥിയിൽ ഹരിവാസര സമയത്തിന് ശേഷം നമ്മൾ വേണം മലരും തുളസിയിലയും ഇട്ട് തീർത്ഥം സേവിച്ച് പാരണ വിടാനായിട്ട്. ഭഗവാൻ ലക്ഷ്മി സമേതനായിട്ട് നമ്മുടെ ഭൂമിയിൽ അവതരിക്കുന്ന ഒരു സമയമാണ്. അതായത് ഭഗവാൻ ഈ വൈശാഖ മാസത്തിൽ പൂർണ്ണമായിട്ടും നമ്മളുടെ അടുത്തൊക്കെ ഉണ്ട്. എന്നാലും ഭഗവാന്റെ ഒരു ശക്തമായ സാമീപ്യം, ദേവിയുടെ ഒരു ശക്തമായ സാമീപ്യം നമ്മൾ മനസ്സറിഞ്ഞ് ആഗ്രഹിച്ച് എന്ത് പ്രാർത്ഥിച്ചാലും ആ ഒരു സമയത്ത് പൂർണ്ണ ഉപവാസവും പൂർണ്ണമായ ഉറക്ക മൊഴിക്കലും ഒക്കെ അത്യാവശ്യം വേണ്ട ഒരു സമയമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത്. ഏപ്രിൽ 27 ഉച്ചയ്ക്ക് 12:15 മുതൽ ഏപ്രിൽ 28 പുലർച്ചെ 12:20 വരെയാണ് ഹരിവാസര സമയം. നമ്മൾ പറഞ്ഞു ഈ ഒരു സമയം നമ്മൾ പൂർണ്ണമായ ഉപവാസവും ഉറക്കമൊഴിക്കലും ഒക്കെ നിർബന്ധമാണ്. ഈ ഒരു സമയം ഭഗവാന്റെ നാമങ്ങൾ നാവിലും മനസ്സിലും അതേപോലെ വിളങ്ങണം കേട്ടോ. നമ്മൾക്കറിയാവുന്ന ഭഗവാന്റെ നാമങ്ങളൊക്കെ ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ എത്ര തവണ ജപിക്കാമോ അത്രയും തവണ അങ്ങ് ജപിക്കുക കേട്ടോ. ഈ ഒരു ഹരിവാസര സമയം ഒക്കെ നമ്മൾ ആചരിച്ചതിന് ശേഷം നമ്മൾക്ക് ഉറങ്ങാവുന്നതാണ്. അങ്ങനെ ഏകാദശിയുടെ പിറ്റേ ദിവസമായ ദ്വാദശി തിഥിയിൽ, അതായത് ഏപ്രിൽ 28 ചൊവ്വാഴ്ച മലരും തുളസിയിലയും ഇട്ട തീർത്ഥം സേവിച്ച് നമുക്ക് പാരണ വീടാവുന്നതാണ്. പാരണ വീടേണ്ട സമയം എന്ന് പറയുന്നത് ഏപ്രിൽ 28 ചൊവ്വാഴ്ച രാവിലെ 6:08 മുതൽ 8:38 വരെയുള്ള സമയത്തിനുള്ളിൽ നമ്മൾ തീർത്ഥം സേവിച്ച് പാരണ വീടേണ്ടതായിട്ടുണ്ട്. ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിച്ച് പാരണ വീടാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ അല്പം തുളസിയിലെയും മലരും ഒക്കെ ഇട്ട് തീർത്ഥം സേവിച്ചിട്ട് നമ്മൾക്ക് പാരണ വീടാവുന്നതാണ്. അങ്ങനെ ഈ വൈശാഖ മാസ പുണ്യതയിൽ മോഹിനി ഏകാദശി വ്രതം, ഈ വൈശാഖ ഏകാദശി വ്രതം നോൽക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അതിനുള്ള അനുഗ്രഹം സാക്ഷാൽ മഹാവിഷ്ണു ഏവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിശിഷ്ടമായ അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മടിക്കരുത് കേട്ടോ. അതുപോലെ നമ്മുടെ തുളസി തീർത്ഥം എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം നേരുന്നു. നന്ദി, നമസ്കാരം.